എവള് പറയണമെന്നും വിശ്വസിക്കരുത്. ചോര കണ്ട അറപ്പ് മാറിയവനാണ് ഈ സ്വാമായി. എന്നിട്ട് ആശുപത്രി കൊണ്ടുപോയി സിറിഞ്ചണ്ട് വിളിച്ചോണ്ട് ഓടിയ ഓട്ടം കാണണം. അതിപ്പോ ഒരു ഗുണ്ട കത്തിയും കൊണ്ട് കുത്താൻ വന്നാൽ നമുക്ക് തിരിച്ചടിക്കാം. സൂചിയും കൊണ്ട് വരുമ്പോ തിരിച്ചൊന്നും ചെയ്യാൻ പറ്റൂല. നിന്ന് കൊള്ളണം. അവസാന സൂചി ഊരി എടുത്തപ്പോ അത് വളഞ്ഞിരിക്കണ്. അത് ഞാൻ ഇടയ്ക്കൊന്ന് പൊളഞ്ഞപ്പം വളഞ്ഞതാണ്. പണ്ട് നിങ്ങൾ പൊളഞ്ഞപ്പം വളഞ്ഞതിന്റെ ഫലമാണ് ഞാൻ ഇപ്പൊ അനുഭവിക്കണത്. അതെ ഞാൻ എന്താ ചട്ടമ്പിയാണെന്നുള്ള തെളിവേണ്ട. 7 സ്റ്റിച്ചുണ്ട് തലയില്. എടാ എന്റെ മോനും കൂട്ടുകാരും കൂടെ ക്രിക്കറ്റ് കളിച്ചോണ്ട് അതിന്റെ ഇടയിൽ കൂടി കയറി കൊടുത്ത് ബെസ്റ്റ് തല്ലിനുണ്ടവളെന്ന് കടന്നല്ലേ. അവന്റെ മോയ് മനഃപൂർവ്വം എന്റെ മണ്ടയ്ക്ക് ബാറ്റ് കൊണ്ട് അടിച്ചാണ്. ബോളാണെന്ന് വീഴ്ച അടിച്ചിരിക്കും. കൊച്ചു കുട്ടിയല്ലേ, വിട്ടുകളാ. അവൻ വളർന്നടാ. വളർന്ന് വലുതായോ? വളർന്ന് വലുതായ ഒരു കൊച്ചിന്റെ അച്ഛനാണല്ലേ. അവൻ വളർന്ന് വലുതായപ്പോഴാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായത്. എന്തര്? വാഴ കൃഷിയാണ് ലാഭം. എന്റെ കൊച്ചു വളർന്ന് പന പോലെ ആയി. പക്ഷെ ഈ മഹാഭാവി തിരിഞ്ഞു നോക്കിയിട്ടില്ല കേട്ടാ. വല പോലെ വളർന്ന മോനെ തിരിഞ്ഞു നോക്കാത്ത മോശമാണ്. എങ്ങനെ തിരിഞ്ഞു നോക്കും? പനയുടെ മുകളിൽ യക്ഷിയേറിയിരിക്കല്ലേ. ഇവൻ മണ്ട വളർന്ന് ചത്താ മതിയായിരുന്നു. ഇത് കേട്ടതൊന്നും എവളാണ് എന്റെ അടുത്ത് ആശുപത്രി കൊണ്ടുപോയത്. എടാ എന്റെ തോട്ടവാരത്തെ കുഞ്ഞമ്മ ഉള്ളോണ്ട് ഇവ ചോര പറഞ്ഞ് ചത്തില്ല. അത് ശരിയാണ് കേട്ടോ. എവളെ തോട്ടവാരത്തെ ഒരു കുഞ്ഞമ്മയുണ്ട്, നല്ല സഹകരണം. അവരാണ് എന്നെ ആശുപത്രി കൊണ്ടുപോയത്. കുടുംബത്തിൽ എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും അവര് ഓടി വരും. നല്ല സ്ത്രീയാണ്. അവരിപ്പോ എവിടെയാടി? അവരെ കാര്യമൊന്നും പറയണ്ട. അവരെ വയറ്റിലൊരു മുഴയെന്ന്. അയ്യോ, ആശുപത്രിയിലാണോ? ആശുപത്രിയിലായിരുന്നു. ഇപ്പൊ അവരെ മോന്റെ കൂടെ. നീ കാണാൻ പോയാ? ഞാൻ പോയില്ല. ആ കിറക്കനെ പോയൊരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്നു. മാനക്കേട്. എന്തായാലും നമ്മളൊന്ന് പോയി കാണണം, അതാണ് എന്റെ മര്യാദ. എങ്ങനെ പോകും? നമുക്ക് അന്തസ്സുള്ളവർക്ക് പോകാൻ പറ്റിയിടവല്ല. ആ പെണ്ണിന് ഈ കല്യാണത്തിന് മുമ്പ് വേറൊരു ഇടപാടുണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്. ഏത് മോശം മോശം മോശം. നീ എന്തിനാ ഇവിടെ ആലോചിച്ച് നോക്കിയായിരുന്നു? എന്തൊരു മറ്റേ ഇടപാട്. കുടുംബകാര്യം പറഞ്ഞേക്കണ കാര്യപ്പെടാ. ഞാൻ കൂടെ വരാം. നമുക്ക് ഒരുമിച്ച് പോയി അവരൊന്ന് കണ്ടാലാ. നിങ്ങളും കൂടെ വന്നാ ഞാൻ വരാം. ഇല്ലെങ്കിൽ എനിക്ക് പങ്കം. ഹലോ ഹലോ, എവിടെ കയറി പോണേ? ഇത് എന്റെ ഓഫീസാണ്. അതിനിവിടെ നമ്മള് പൊറജീനം തുടങ്ങിയില്ലല്ലേ. അപ്പൊ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമൊക്കെ തീർന്നാ? ഇവിടെ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നം ഒരു മേശേര അപ്പുറത്തും ഇപ്പുറത്തും കസേരയിട്ടാണ് സംസാരിച്ച് തീർക്കുന്നത്. പിന്നെയാണ് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം. ഇന്ത്യയും പാകിസ്ഥാനും വെച്ച വെടിമുഴ ഈ കാശ്മീരിന്റെ നെഞ്ചത്താണ് കൊണ്ടത്. മക്കളെ അത് ഉണ്ടല്ല വെടിയാണടാ.